ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവ്യ കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമല അചലം സർവദാ സാക്ഷിഭൂതം ഭാവ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ആയുരാരോഗ്യവും രോഗശാന്തി സമാധാനം എല്ലാ നന്മകളും ഈശ്വരകൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമമുണ്ട്. എല്ലാവരെയും കമൻസും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുകയും ചെയ്തു. നമുക്ക് നാമം കുറച്ച് ചൊല്ലിയിട്ട് ഭാഗവതം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽബതമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യ ഭൂസുരരും നരനായി ജനിച്ചു ഭൂമി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ നാരായണായ നമ നാരായണായ
നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തിവർദ്ധന ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോദഭദ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവംഭോരുഘാഷ ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്ന് അടിമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽ പ്രാണദേഹവും അനിത്യം കളത്രധനം
സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജരാസന്ധ യുദ്ധമാണ് ഭഗവാനുമായിട്ടുള്ള, കൃഷ്ണനുമായിട്ട്. എന്താ കാരണം? അസ്ഥിയും പ്രാപ്തിയും കംസൻ്റെ ഭാര്യമാരായിരുന്നു. ആ ഭാര്യമാരുടെ പിതാവാണ് ജരാസന്ധൻ. മഗധാധിപൻ എന്ന് പറയുന്ന രാജാവ്, മഗധയിലെ രാജാവാണ് ജരാസന്ധൻ. അപ്പം കുട്ടികളുടെ, അതായത് മക്കളുടെ വിഷമങ്ങൾ, കംസനെ വധിച്ചതും എല്ലാം കൂടെ ഓർത്തുള്ള ദേഷ്യം, അതാണ് ശത്രുത്വം. ആ യുദ്ധത്തിൻ്റെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു യുദ്ധം തന്നെയാണ്. അത് നന്നായി വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഞാനും ഓർക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞാനും വായിക്കാറില്ലായിരുന്നു. ഇപ്പോഴൊക്കെ അത് മനസ്സിലാക്കുന്നത്. അതൊക്കെ നമ്മൾ ഭഗവാന്റെ കഥകളോ ആത്മീയത്തിൽ ഭക്തിപരമായ കഥകളൊക്കെയാണ് നമ്മൾ സാധാരണ എപ്പോഴും ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരങ്ങളും അത് ഭഗവാന്റെ ജനന, അതൊക്കെ നമ്മൾ എപ്പോഴും വായിക്കാറുള്ളത്. ഇതൊക്കെ അങ്ങനെ സാധാരണ വായിക്കാത്തതുകൊണ്ട് അത്രമേലൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് അന്നാലത്തെല്ലാം ഈ വായിക്കുന്ന ഈ പാരായണം ചെയ്യുന്ന മക്കളൊക്കെ ഇതിലുണ്ടല്ലോ. ഇതെല്ലാം ഭാഗവതം ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നന്നായി പഠിക്കണ്ടേ. നമുക്ക് ഉള്ളതുപോലെ നമുക്കും വായിച്ച് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇന്നലെ നമ്മൾ വായിച്ചത് ഈ ബലിസുതം, അതായത് മഹാബലിയുടെ മകനാണ് ബാണൻ. ജരാസന്ധന് യുദ്ധത്തിൽ തോൽവി വന്നപ്പോൾ സഹായിപ്പാൻ വേണ്ടി മഹാബലിയുടെ മകനെ അടുക്കലേക്ക് പോയി ബാണനെ കാണാൻ. അപ്പോൾ ബാണൻ അവിടെ സൈന്യങ്ങളും എല്ലാം, നീയും ഞാനും ഒന്നാണ്, എൻ്റെ എല്ലാം സൈന്യങ്ങളും സമസ്തവും നിനക്ക് എനിക്ക് എങ്ങനെ അവകാശം, നിനക്കും അത് ഒന്നുപോലെ തന്നെയാണ്, അത് അധീനമാവില്ല, ഒരിക്കലും ഒരു വിഷമം നിനക്കുണ്ടാവണ്ട, ഇതെല്ലാം എൻ്റെ രാജ്യവും എൻ്റെ ഈ സമസ്തവും സൈന്യവും എല്ലാം നിനക്കും നിൻ്റെത് തന്നെയാണ്. അങ്ങനെ അവർ യുദ്ധത്തിനായിട്ട് വന്ന കാര്യങ്ങളായിനി. അയാളെല്ലാം അവിടെ നിന്ന് ഒരു കുംഭാർണനെയും ഒരു കൂപർണനെയും കൂടെ കൊടുത്തു. ശയ്യകൾ, ഭണ്ഡാരങ്ങൾ, ആസനാദി, പിന്നെയോ ദിവ്യ വസ്തുക്കൾ, കൊടികൾ, പല്ലക്ക്, ഛത്രങ്ങൾ, ദൈത്യന്മാർ, ബാണതുല്യമുള്ളവർ, അത് മഹാബലിയുടെ മകനായ ബാണന് തുല്യമുള്ള 300 പേര്. മായാവികളാണ്, രണത്തിൽ സമർത്ഥന്മാരാണ്. ഇവരെയൊക്കെ ഇയാൾ ഇനി കൊടുത്തു വിട്ടു. 100,000 തുരകങ്ങൾ, കുതിരകൾ, ഹസ്തികൾ, 60,000 ലക്ഷം രഥങ്ങൾ, വീണ്ടും ഒരു 100,000, ഇങ്ങനെ എല്ലാം കൊടുത്തുവിട്ട് കുംഭാണ്ഡനും കൂപകർണനും ഇങ്ങനെയുള്ള മിടുക്കരായ ദാനവന്മാരെയും ശക്തിശാലികളായ അവരെയൊക്കെ കൊടുത്ത് ഇവരുടെ ഈ മഗധൻ്റെ കൂടെ യുദ്ധത്തിനായിട്ട് വിട്ടു. മന്നവാ കേൾക്ക, ശ്രീ പരീക്ഷത്തെ ഇന്ന് മനസ്സ് കേൾക്കൂ. മഹാമുനി പറയുവാണ്, കൂപകർണനും കുംഭാണ്ഡനും ഒന്നിച്ച് ദേവ അസുര തുല്യമായി യുദ്ധം ചെയ്താർ. അതിനു മുമ്പൊരു ദേവ അസുര യുദ്ധമുണ്ട്, അതുപോലെ തന്നെയാണ് ഈ യുദ്ധവും, അത് കേൾക്കൂ എന്ന് പരീക്ഷത്തിനോട് ശ്രീശുഖ മഹാമുനി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സംഭവം നടന്നെല്ലാം പരീക്ഷത്തിനെ അറിയിച്ചു കൊടുക്കുന്നതാണ്. നമുക്കും അത് അതുകൊണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. കണ്ടു വായിക്കണമല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വെച്ച് മുന്നോട്ട് കയറ്റി വായിച്ചിട്ട് കണ്ടു വായിക്കാം. അതായത് ഹസ്തികൾ, ആനകൾ, 60,000 ലക്ഷം രഥം, തുരകം 100,000, പിന്നെയും 100,000 തുരകം. അത് മനോവേഗത്തിനൊത്തതെല്ലാം മനസ്സിൻ്റെ വേഗത പോലെയാണ്. ഇതെല്ലാം ഒത്തൊത്ത്, അത് മായാവികളും കൂടാണ്. എത്രയും മായാവികൾ രണത്തിൽ സമർത്ഥരായി ദൈത്യന്മാർ, ബാണതുല്യമുള്ളവർ 300 പേർ. ബാണം വെച്ചാൽ അയാളുടെ പേരാണ്. അത്രയ്ക്ക് ബാണെന്ന് കേട്ടാൽ അറിയാം, ബാണം വിടുന്നത് പോലെ ആയിരിക്കും. അല്ല, അത് ബാണമാണ്. നമ്മളിങ്ങനെ കമ്പത്തിന് എന്താ പറയുന്നത്, ബാണമെന്ന് അങ്ങോട്ട് ഒരു പോക്കൊക്കെ പോകുമല്ലേ, അതുപോലെ ശക്തിശാലില്ല. അതിനെന്തായാലും നല്ലൊരു പേരാണ്. മഹാബലിയുടെ മകനാണ് ബാണാസുരൻ. അപ്പം ബാണന് തുല്യമുള്ള 300 പേരുണ്ട്. പല്ലക്ക്, പലവിധ കൊടികൾ, ഛത്രങ്ങൾ,
ഈ എന്താ ശസ്ത്രങ്ങൾ, ഇത് ഈ രാജാക്കന്മാരൊക്കെ പിടിക്കുന്ന കുടകൾ, അത് വല്ലഭമുള്ള മറ്റു ദിവ്യ വസ്തുക്കൾ, വാദ്യം, ശയ്യകൾ, കിടക്കകൾ, ഭണ്ഡാരങ്ങൾ, ആസനാദി നൽകി. വീരമന്ത്രികളായ കുംഭാണ്ഡ കൂപകർണന്മാരെയും കൂട്ടി ഇവരെല്ലാം ഈ ബലിസുതൻ വീരനാം മാഗധനോട് ഒന്നിച്ച് നിയോഗിച്ചു. ബലിസുന വെച്ചാൽ മഹാബലിയുടെ മകനായ സുതന വെച്ചാൽ മകൻ, ആര്? ഈ ബാണൻ. ഇവരൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് നിയോഗിച്ചിട്ട് അങ്ങനെ മന്നവ പരീക്ഷത്തെ ഇത്രയൊക്കെയാണ്, കേൾക്കൂ. കൂപകർണനും കുംഭാണ്ഡനും ഒന്നിച്ച് അസുരതുല്യമായ യുദ്ധം ചെയ്താൽ. പണ്ട് അതിനു മുമ്പേ ദേവന്മാരും അസുരന്മാരുള്ള വലിയൊരു യുദ്ധമുണ്ടായിരുന്നു, അതുപോലെയാണ് ഇതും എന്ന് പറയുന്നു. ആര് പറയുന്നു? പരീക്ഷത്തിനോട്, ശ്രീ പരീക്ഷത്ത് മഹാരാജാവിനോട് ശ്രീശുക മഹാമുനി പറയുന്നു. നീ കണ്ടു വായിക്കാം, വരി കണ്ടേ മക്കൾക്ക്, അതിനല്ലേ ഇത് വായിക്കുന്നത്. മന്നവ കേൾക്ക, കൂപകർണനും കുംഭാണ്ഡനും ഒന്നിച്ച് ആസുര തുല്യമാം യുദ്ധം ചെയ്താർ. യാദവന്മാരോടതും കേൾക്ക, ശോണിതപുരേ മോദേന വാഴും മഗധാധിപൻ മറ്റുമുള്ള ഭൂപതി വരന്മാരും ഒന്നിച്ചു പുറപ്പെട്ടു. മേദിനി ഇളകുമാറുള്ളൊരു പടയോടും. ഭൂമി ഇളകുന്നത് പോലെയാണ് ഈ പട, മഗധാധിപന്റെ പട. ഭൂപതി വരന്മാരും ഒന്നിച്ചങ്ങ് പുറപ്പെട്ടു. മേദിനി, ഭൂമി ഇളകുന്നത് പോലെ. ആ പട നടക്കുമ്പോഴേ തന്നെ അത്ര ഭയങ്കര ഭൂമിയല്ല. ഇനി ഞാൻ പറയുന്നത്, അന്നങ്ങനെ ഇവരെല്ലാം ചവിട്ടി ഇളക്കിയതാണോ ഭൂമി കൂടെ കൂടെ കുലുക്കാൻ വരുന്നത് ഞാൻ ആലോചിക്കുക. അവർക്കങ്ങനെ എന്തെങ്കിലും ഒരു പേടിയുണ്ടോ? ഭൂമിക്ക് കേടുപറ്റുമെന്നോ എന്നൊന്നും അറിയില്ലല്ലോ. ബലരാമനാണെങ്കിൽ ഭയങ്കര ബലമാണ്, ബലവാൻ ചവിട്ടിയാൽ അപ്പോഴേ ഭൂമി മൊത്തം കുലുങ്ങും. ഭഗവാന്റെ കൃഷ്ണന്റെ ജ്യേഷ്ഠൻ. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ അന്ന് ചെയ്ത വെച്ച പരിപാടിയാണോ? ഞാൻ തമാശ പറഞ്ഞാന്നേ. ഭൂപതിവരന്മാര് ഒന്നിച്ചു പുറപ്പെട്ടു. മേദിനി ഇളകുമാറുള്ളൊരു പടയോടും ചെന്നിതു. ത്രിംശദിനം കൊണ്ട് മാധവപുരേ, 30 ദിവസം കൊണ്ട് ഭഗവാന്റെ പുരത്തില് എന്ത് ചെയ്തു? ചെന്നവർ, ഈ അസുരന്മാര് 30 ദിവസം കൊണ്ട് ഭഗവാന്റെ സ്ഥലത്ത് മാധവന്റെ പുരേ ചെന്നവർ ഗോപുരങ്ങൾ, മതിലും കൊടിമരം എന്നിവയും ഉപവനം, ഉദ്യാനം ഇത്യാദികൾ ഭിന്നമാക്കിനാർ. അവർ ഭഗവാന്റെ അവിടുത്തെ എല്ലാം ഭിന്നമാക്കി 30 ദിവസം കൊണ്ട്. ശിലാവൃക്ഷാദി മുസലത്താൽ, വൃക്ഷങ്ങൾ വലിയ വലിയ താടി, വൃക്ഷത്തിൻ്റെ താടി പോലെ എല്ലാം, മുസലം, ഇരുമ്പലക്ക, ഇതെല്ലാം കൊണ്ടുവന്ന് അവർ ചിന്നയാക്കി. കുന്തത്താലും കുഠാരത്താൽ, ചുരുക്കു കുന്താണിയാൽ അന്തരം വരുത്തിനാൻ. എന്തെല്ലാം ആണ്? കുന്തം, കുഠാരം, ചുരുക്കു കുന്താണി, അത് ഏതോ ഒരു ആയുധമാണ്. അന്തരം വരുത്തിനാർ രാജ്യത്തിൽ സമസ്തവും. അന്ന് ഭഗവാൻ അന്നേരം എന്ത് ചെയ്തു? അറിഞ്ഞ് ഇത് ഇവർ 30 ദിവസം കൊണ്ട് ഇവരെല്ലാം ശരിയാക്കി, മതിലും എല്ലാം ഇടിച്ച് തകർപ്പണമാക്കിയിട്ട്. അപ്പോൾ സമസ്തവും രാമകൃഷ്ണന്മാരേവം അറിഞ്ഞു, ഭഗവാനും രാമനും അറിഞ്ഞു. ശീഘ്രമായി സീമയില്ലാത്ത, കണക്കല്ലാത്ത പടസേനയും കൂട്ടിക്കൊണ്ട്, അത്രത്തോളം സൈന്യങ്ങളും കൂട്ടി. അത് കണക്കല്ല, സീമയില്ല, എണ്ണമില്ലാത്തവണ്ണം കണക്കല്ലാത്ത പടസേനയും കൂട്ടിക്കൊണ്ട് ആയുധധരന്മാരായി, യുദ്ധസന്നദ്ധന്മാരായി ആയാസമോട് തേരിലേറിക്കൊണ്ട് എതിർത്തിതു. ആയാസം, അത്രമാത്രം നിസ്സാരം പോലെ, അത്രമാത്രം ഒരു വിഷമമില്ല, തകർക്കാനുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടം പോലെ സൈന്യമായിട്ട് ഇനി വന്നു ഭഗവാൻ. സാത്വികി കൃതവർമാവും ഉഗ്രസേനാദികളും. ഉഗ്രസേനാരാണ്? കംസന്റെ പിതാവ്, ദേവകിയുടെ, കൃഷ്ണന്റെ അപ്പൂപ്പനല്ലേ. ഉഗ്രസേനാദികൾ വെച്ചാൽ അതിൽ തുടർന്ന് ഒരുപാട് പേര്, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാം ഉഗ്രസേന ആദികൾ വെച്ചാൽ ഒരുപാട് പേര്. അതിൽ നിന്നും ഉഗ്രസേനാദികളും ചിത്ത ചാഞ്ചല്യം വിട്ടിട്ട് ഏവരും ഒരുമിച്ച്, മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഇല്ല, ഒരിളക്കവും ഇല്ല, ധൈര്യപൂർവ്വം തന്നെ നേരിടുക. അവിടെ ഒരു ഭയമോ ഒന്നും തന്നെ ഇല്ല. ചിത്ത ചാഞ്ചല്യം വിട്ടിട്ട് ഏവരും ഒരുമിച്ച് മഗധാദികളോട് യാദവ വീരന്മാരും ഭീതിയാമണ്ണം അവർക്ക് ഭയക്കുന്നരി തന്നെ രണം ചെയ്ത്, ഭീതി കൊടുത്ത് ഭയപ്പെടുത്തി. യാദവന്മാർ യുദ്ധം കൊണ്ട് വരുമ്പം ഈ പറഞ്ഞ കുംഭകർണനൊക്കെ ഭയക്കണം. അതുപോലെ മഗധാദികളോട് യാദവ വീരന്മാർ ഭഗവാന്റെ ആൾക്കാർ ഭീതിയാം വണ്ണം അത്ര ഭയപ്പെടുത്തിക്കൊണ്ട് രണം ചെയ്തതോ പലതരം. മായായുദ്ധങ്ങൾ കണ്ടു മാനുഷൻ കൃഷ്ണൻ നാശന വിജ്ഞാനാസ്ത്രമായേ പൂണ്ട്. അതായത് ഈ ദൈത്യന്മാർക്ക് യുദ്ധത്തിൽ മായ കാണിക്കും. ഇവിടെ നിന്നാ ചെയ്യുന്ന പോലെ അറിയാത്ത മായ കാട്ടും.
അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ മായ യുദ്ധങ്ങൾ കണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മാനുഷൻ ഭഗവാനാണല്ലോ, വലിയ മായ, ലോകമായ ഭഗവാനാണല്ലോ ഉള്ളത്. ഭഗവാൻ എന്ത് ചെയ്തു? മാനുഷൻ കൃഷ്ണൻ നാശന വിജ്ഞാനാസ്ത്രമായയെ പൂണ്ട്. ഇവരുടെ മായയെ നശിപ്പിക്കുന്ന അറിവുള്ള വിജ്ഞാനമായിരിക്കുന്ന വിജ്ഞാന അസ്ത്രമായയെ, അപ്പോൾ അവരുടെ മായയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അതിലും അതൊക്കെ മേലെയുള്ള അസ്ത്രമായയെ ഭഗവാൻ എടുത്തു, പൂണ്ടു. സാത്യകീകൃതവർമ്മ തന്നോട് അരുൾ ചെയ്തു, എത്രയും ഘോരമായ യുദ്ധത്തെ ചെയ്യുവിൻ നിങ്ങൾ കഠിനമായ യുദ്ധം ചെയ്യുക. മാധവൻ ഒരു വില്ലാൽ 100 മന്നവരോട് 100 രാജാക്കന്മാരോട് മാധവൻ കൃഷ്ണൻ ഒരു വില്ലുകൊണ്ട് ഒരു വില്ലാൽ 100 മന്നവരോട് ബാധ എന്നിയേ നിന്ന് ഒരു വിഷമവും കൂടാതെ നിന്ന് യുദ്ധവും ചെയ്തിടി. ഞാൻ ഭഗവാന് യാതൊരു ക്ഷീണമോ ഒരു ബാധയോ ഒന്നുമില്ലാതെ തന്നെ ധൈര്യപൂർവ്വം ഈ 100 രാജാക്കന്മാരോട് ഒന്നിച്ച് തന്നെ നിന്നു. ഈ ദൈത്യന്മാരോട് ചിത്രമെത്രയും യുദ്ധമെന്ന് ചൊല്ലിനാർ ചിലർ. ഇത് വല്ലാത്ത അത്ഭുതമാകുന്ന, അത്ര സന്തോഷത്തിലും കാണാൻ ഒരു ഇമ്പമൊക്കെ ഉണ്ട്. ചിത്രം എന്ന് ചിലർക്ക് യുദ്ധം കാരണം ഈ സിനിമയിലൊക്കെ ഇപ്പോൾ ഭയങ്കര അടിയും കുത്തും ഇടിയൊക്കെ ആണല്ലോ, അത് കാണാൻ നിന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പണ്ടൊരിക്കൽ സിനിമയ്ക്ക് പോയി, പിന്നെ ഇനി വേണം സിനിമയ്ക്ക് പോയി. എനിക്കുള്ള ഇവിടെ വന്നിട്ട് എൻ്റെ നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. ഞാൻ അതെല്ലാം ഒറിജിനലാക്കി വെക്കും, സത്യമാണെന്ന് കരുതും. അന്നൊന്നും അറിഞ്ഞുകൂടാ, സിനിമ കണ്ട് ശീലമില്ല. അതുകൊണ്ട് ചിത്രമെത്രയും യുദ്ധമെന്ന് ചൊല്ലിനാർ പലരും പറയുന്നത് വല്ലാത്ത ചിത്രമല്ല, അത്ഭുതമായിരിക്കുന്നല്ലോ ഈ യുദ്ധം. മത്തവാരണങ്ങൾ തൻ മസ്തകം അറ്റു വീണു. മത്തവാരണങ്ങൾ മതിച്ച മതയാനകളുടെ മസ്തകം തലയൊക്കെ അറ്റു വീഴുന്നു ഈ യുദ്ധത്തിൽ. കാരണം കുതിരയും ആനയൊക്കെയാണല്ലോ അവരുടെ രഥത്തിൽ നിൽക്കുന്നത്. അങ്ങനെ അവരുടെ എല്ലാം മസ്തകം അറ്റു വീണും. തേരുകൾ തൻ്റെ കൊടി മരങ്ങൾ മുറിയുന്നു. തേരുകളൊക്കെ മുറിയുന്നു, തേരുകൾ ഉടയുന്നു, കൊടികൾ തെറിക്കുന്നു, അശ്വങ്ങൾ ഖണ്ഡങ്ങളായി പിളർന്നു മരിക്കുന്നു. ഖണ്ഡമായി അശ്വങ്ങൾ, കുതിരകളെല്ലാം മുറിഞ്ഞ് പല കഷണങ്ങളായി പിളർന്ന് മരിക്കുന്നു. വിശ്വങ്ങൾ മുറുകുന്നു, ഭടന്മാർ തളരുന്നു, രക്തഭൂഷിതരായി കളിക്കുന്നിതു ചിലർ. ഛിന്നമാകുന്നു കൈകാൽ, ഭിന്നമാകുന്നു ദേഹം, അംഗങ്ങളെല്ലാം പ്ലാശൻ പൂ പോലെയായി വന്നു. അംഗങ്ങളെല്ലാം ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് പ്ലാശൻ പൂ പോലെ, മുരിക്കിൻ പൂ പോലെ തറ ഇങ്ങനെ കിടക്കുക. വില്ലുകൾ തെറിക്കുന്നു, ശരങ്ങൾ വിടുന്നിതു. പല്ലുകൾ മനുഷ്യൻ്റെ വായിലെ പല്ലൊക്കെ അടിച്ചു പൊഴിക്കുക. പല്ലുകൾ തെറിക്കുന്നു, വസ്ത്രങ്ങൾ പോകുന്നിതു. നൂല് ബന്ധങ്ങൾ ഏതുമില്ലാതെ ഭടന്മാരും മുണ്ടുകളെല്ലാം അഴിഞ്ഞു പോന്നു. ബാലരെ പോലെ രക്തരൂപരായി കളിക്കുന്നു. കുട്ടികൾ എങ്ങനെയാണ് വസ്ത്രങ്ങളെല്ലാം കഴിച്ചു പോവുക എന്ന് വെച്ചിട്ട് തോക്കാൻ പറ്റുമോ? ആയുധം, അതായത് ചില വലിയ ഡാൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തലേന്നോ ഒക്കെ കമ്മലൂരിപ്പോയാലും മുണ്ട് സാരിയൊക്കെ കുത്തി ഇളകി കളഞ്ഞാലും അവർ കളിച്ചല്ലേ പറ്റൂ. നമുക്ക് യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ ചത്തുപോകത്തില്ല. അതുകൊണ്ട് ഇവർ വസ്ത്രം ഇല്ലെങ്കിലും അവർ അവിടെ നിന്ന് കളിച്ചേ പറ്റത്, യുദ്ധം ചെയ്തേ പറ്റൂ. എങ്ങനെയാണ്? ബാലരെ പോലെ രക്തരൂപരായി കളിക്കുന്നു. കളിക്കാച്ചാൽ അവർ യുദ്ധം ചെയ്യുന്ന രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവരുടെ ദേഹത്ത് വസ്ത്രമല്ല. കുട്ടികളെങ്ങനെയാണ്? അതുപോലെ കാലാളുകൾ ഈ 2 പേര്, ഒരാൾക്ക് കാലാളെങ്കിൽ അടുത്ത ആൾക്കും അത് തന്നെ. രഥികൾ രഥത്തിൽ നിന്ന് ചെയ്താൽ അടുത്ത ആളും രഥത്തിൽ തന്നെ ചെയ്യും. ബലവാനോട് ബലമുള്ളവനോട് അടുത്ത ബലമുള്ളവൻ. തുരകത്തിനോട് അശ്വം കുതിരയാണ്, തുരകവും കുതിരയാണ്. അപ്പോൾ കുതിരയോട് കുതിര തന്നെ ചേരുന്നു. ഒരാൾ കുതിരപ്പുറത്താണെങ്കിൽ അടുത്ത ആളും കുതിരപ്പുറത്തിരിക്കും. തങ്ങളി. അസ്ത്രത്തിന് അസ്ത്രം, ഒരാൾ അസ്ത്രം ആയാണ് തിരിച്ച് മറ്റൊരാൾ അസ്ത്രം ചെയ്യും. ഈ 2 പേരാണ്. ഗത തന്നോട് ഗതകളും, ഒരാൾ ഗതയാണെങ്കിൽ അടുത്ത കൂടെ നിൽക്കുന്ന എതിർ കക്ഷിക്കാരനും ഗത തന്നെയാണ്. ഹസ്തയ്ക്ക് വാരണം ആനയാണ്, ഹസ്തി ആനയാണ്. ആനപ്പുറത്തിരുന്ന് ചെയ്യുന്നവന് ആനപ്പുറത്ത് തന്നെ 2 പേരും കൂട്ടരും. ദ്വന്ദ്വയുദ്ധം. ഹസ്തയ്ക്ക് വാരണവും ഇങ്ങനെ തരം ഒന്നിന് 10 മടങ്ങ് ഇങ്ങനെ ദ്വന്ദ്വയുദ്ധം. ഇന്ന വണ്ണമെന്ന് ഉരച്ചിടാതെ വണ്ണം ചെയ്താൽ ഇങ്ങനെ ഇന്ന വണ്ണമെന്ന് പറയാൻ പറ്റാത്തവണ്ണാണ് ഈ യുദ്ധം. അത് പറയാൻ പറ്റാത്ത അത്രമാത്രം ഭയങ്കരമാണ്. ഇത്തരമുള്ള യുദ്ധേ മാഗധൻ രഥമേറി സത്വരം ചെന്ന് ബലഭദ്രനോട് എതിരിട്ടു. ഇങ്ങനെ ഭയങ്കരമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഗധൻ ജരാസന്ധൻ രഥത്തിൽ കയറി എന്തോട് ചെയ്ത് ബലഭദ്രനോട് ചെന്ന് ബലഭദ്രൻ അടുത്ത് ചെന്നു.
ബലഭദ്രനോട് എതിരിട്ട് പൂർവമുള്ളൊരു വൈരമോർത്ത് കോപേന ശീഘ്രം, അതായത് നേരത്തെ ഉള്ളൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, അതനുസരിച്ചാണ് ഓടി എങ്ങോട്ട് ചെന്നത് ബലഭദ്രനോട്. അവിടെ ചെന്നിട്ട് കോപേന ശീഘ്രം പെട്ടെന്ന് എന്ത് ചെയ്ത് കോപിച്ച് ഗർവ് അഹങ്കാരം കൊണ്ട് സ്വർണ്ണമയമായ അത്യുന്നതമായ കൊടിയുമായി വരും മാഗധം കണ്ടു. അപ്പോൾ ഇങ്ങനെ ഗർവേണ വന്ന് കോപിച്ചു വന്നപ്പം സ്വർണ്ണമയമായ അത്യുന്നതമായ കൊടിയുമായി വരുന്ന മാഗധനെ കണ്ടു. ബലരാമൻ കണ്ടു. അപ്പോൾ ഇത്രയും ഭയങ്കരമായി വരുക ഈ അവൻ ഒരു പർവ്വതത്തിനടക്കാണ് ഈ ജരാസന്ധൻ ഇങ്ങനെ നേരത്തെയുള്ള വൈരാഗ്യമുണ്ട്. ആ വൈരം ഓർത്ത് കോപേന ശീഘ്രം പെട്ടെന്ന് ചെല്ലുവാണ് ബലരാമൻ്റെ അടുക്കൽ. അഹങ്കാരം കൊണ്ട് ചെന്ന് എങ്ങനെ സ്വർണ്ണമയമായ അത്യുന്നതമായ കൊടിയുമായാ വരുന്നത് രഥത്തിൽ. അത് അങ്ങനെയുള്ള മാഗധനെ കണ്ടു. സർവപടുവായി സർവരീപു ദർപ്പാപഹാരി രാമൻ പർവ്വതതുല്യനായ മാഗധനോട് ചൊന്നാൻ. അപ്പോൾ ബലരാമൻ എന്താണ്? പടുവായി, അത് സമർത്ഥനാണ്. ബലരാമൻ്റെ പേരെന്താ? ബലമുള്ളതുകൊണ്ടാണ് ബലരാമൻ എന്ന് പേരിട്ടേക്കുന്നത്. അങ്ങനെ സർവപടുവായി സർവസമർത്ഥനായിരിക്കുന്ന സർവരീപു സർവ ശത്രുക്കൾക്കും അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ബലരാമൻ. സർവരിപു, അത് സർവരിപു ശത്രു, സർവശത്രുക്കളും ദർപ്പം അഹങ്കാരം ദർപ്പാപഹാരി വെച്ചാൽ സർവ അഹങ്കാരത്തെ മാറ്റുന്ന നശിപ്പിക്കുന്ന രാമൻ. ആ രാമൻ പർവ്വതതുല്യനായ മാഗധനോട് പറയുന്നു ചൊന്നാൻ. പർവ്വതത്തിനത്രയുള്ള ആണ് ഇവൻ്റെ പേര് മാഗധൻ, ജരാസന്ധൻ. അയാളുടെ രാമൻ പറയുന്നു, ദുർവിനീതനാം നീ ഇന്ന് എന്നുടെ ബലത്തെയും ആയുധ പരാക്രമ വീര്യങ്ങളെല്ലാറ്റെയും ന്യായമായി അടക്കി നീ ജയിക്കാമെന്ന നിന്റെ ചിത്തവിഭ്രമം ഭോഷ കഴിയുകയില്ലോർക്ക നീ. രാമൻ പറഞ്ഞു, നീ ഇത്രയും വലിയ നീ ദുർവിനീതനാണ്, നീ അത്രമാത്രം നീതി കെട്ടവനാണ്, ദുഷ്കർമ്മിയാണ്. അങ്ങനെയുള്ള നിന്നുടെ ബലത്തെയും നിന്റെ ആരുടെ പറയത്? മഗധാധിപൻ, അതായത് ജരാസന്ധനോട് ബലരാമൻ പറയുന്നു, ദുർവിനീതനായ നീ എന്നുടെ ബലത്തെയും, അതായത് ബലരാമൻ്റെ ബലത്തെയും ആയുധ പരാക്രമ വീര്യങ്ങളെല്ലാറ്റെയും ന്യായമായി അടക്കി അങ്ങ് അമുക്കി വെച്ചിട്ട് എന്നെ തോൽപ്പിച്ചിട്ട് നീ ജയിക്കാമെന്ന് നിന്റെ ചിത്തവിഭ്രമം, നിന്റെ മനസ്സിൻ്റെ ഭ്രമം ഭോഷ കഴിയുകയില്ല ഓർക്കാൻ. നിനക്ക് യാതൊരു കാരണവശാലും നീ അത് ചിന്തിക്കുകയേ വേണ്ട, എന്നെ നീ തോൽപ്പിക്കാമെന്ന്. ആരാ പറയുന്നത്? ബലരാമൻ. ആരോടാ പറയുന്നത്? ജരാസന്ധനോട്, മഗധാധിപനോട്. അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കണ്ട ഭോഷ, നിന്റെ ചിത്തവിഭ്രമം മനസ്സിരിക്കത്തേ ഉള്ളൂ, നീ വെറുതെ ഭ്രമിക്കണ്ട, കൊതിക്കണ്ട. ഇത്തരം രാമൻ ചൊല്ലി ക്രോധ താമ്രാക്ഷനായി. അപ്പോൾ ഇത്തരം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ക്രോധത്തിൽ അങ്ങ് കണ്ണുകളെല്ലാം അങ്ങ് ചുമന്ന് ക്രോധ താമ്ര അക്ഷനായി, കണ്ണുകളൊക്കെ അങ്ങ് ക്രോധം കൊണ്ട് ജ്വലിച്ച് മുസലം എടുത്തിട്ട് അങ്ങ് ഇടി മിന്നുന്നത് പോലെ ബലരാമൻ മുസലം അങ്ങ് എടുത്തിട്ട് ഇടി മിന്നുന്നത് പോലെ ബലനും ഇളക്കിനാൻ. അപ്പം ബലരാമൻ എന്തോ ഇളക്കിനാൻ, ഇടി മിന്നുന്നത് പോലെ ബലനും ഇളക്കിനാൻ സൂര്യസന്നിഭപ്രഭം, സൂര്യനെ കണക്കുള്ള പ്രഭയോടുകൂടി മുസലം എടുത്തുകൊണ്ട് ഇളക്കുക, ഭൂമിയൊക്കെ അങ്ങ് ഇളകുക. ഇത്തരം മുസലത്തെ എടുത്ത് കൈ ചുടറ്റി മത്തവാരണ സമം മേദിനി ഇളകവേ, മേദിനി ഭൂമി. ഇങ്ങനെ ഈ മുസലം ഇരുമ്പൊലക്കയാണ്, അതുകൊണ്ട് എടുത്ത് ഹലമാണ് കലപ്പ. ശ്രീരാമൻ്റെ ആയുധം കലപ്പയാണ്. എന്നാലും മുസലം എന്ന് വെച്ചാൽ ഇരുമ്പൊലക്കയാണ്, ഇരുമ്പുകൊണ്ടുള്ള ഏതാണ്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, കഠിനമായ അസ്ത്രം തന്നെ, എന്തോ ഒരു ആയുധമാണ്. അതെടുത്ത് ചുഴറ്റി മത്തവാരണ സമം, മതയാനിക്ക് സമം മേദിനി ഇളക. മതയാനകൾ എങ്ങനെയാ, അങ്ങനെ എന്താ പറയുക, അതിന് മതം ഇളകിക്കഴിഞ്ഞാൽ ആരെ എന്ത് ചെയ്യാൻ നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ യൂട്യൂബിൽ കൂടെ എന്താ പറയുക, ബൈക്കാണെങ്കിൽ അത് എന്ത് വണ്ടിയാണ് തള്ളിയെടുത്ത് മേലോട്ട് പൊക്കി അടിക്കുന്നതൊക്കെ എന്ത് ബഹളമാണ്. അതുപോലെ തന്നെയാണ് ഈ ബലരാമൻ. മതം ഇളകി ആനയ്ക്ക് സമം പോലെ മേദിനി ഇളകവേ, ഭൂമി ഇളകവയെ നിൽക്കുന്ന ശൂരരാമരൂപത്തെ കണ്ട്. അപ്പോൾ ഇത്രയും മതയാന പോലെ ഇളകി മറിഞ്ഞ് ഭൂമിയെല്ലാം കറങ്ങി തിരിഞ്ഞ് വരുന്ന എന്തോ ഈ മുസലക്കെടുത്ത് കറക്കി ഇങ്ങനെ നിൽക്കുന്ന രണശൂരൻ, അത്രമാത്രം യുദ്ധശൂരനായ മിടുക്കനായ രാമരൂപത്തെ രാമനെ കണ്ടു.
ദിക്കുകൾ തോറും മണ്ടി ഒളിച്ചാൽ അരിവൃന്ദം. ഇങ്ങനെയുള്ള ബലരാമനെ കണ്ടപ്പോൾ ഈ ശത്രുക്കൾ എന്ത് ചെയ്ത് ദിക്കുകൾ തോറും നാനാ സ്ഥലത്തേക്കും ഓടി ഒളിച്ചു. അരികൾ ഈ ശത്രുക്കൾ മഗധാവിൻ്റെ ബാക്കി ഗുണ്ടകളുണ്ടല്ലോ അവരൊക്കെ ഭയന്ന്. കാരണം മേദിനി ഇളകത്തക്കോണം ബലരാമൻ അങ്ങ് ഇളകി മറിക്കുക, തകർക്കുക. മതയാനെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അങ്ങ് തുടങ്ങി. അപ്പോൾ ഇവരെല്ലാം ശത്രുക്കളെല്ലാം എന്തോ നാനാ ദിക്കുകളിലേക്ക് ഓടി ഒളിച്ചു. ഇത്തരം കണ്ടു മഗധാധിപൻ രണ്ടാമതും സത്വരം കോപത്താല് മൂർച്ഛിതനായി. അത് കണ്ടപ്പോൾ വീണ്ടും മഗധാധിപൻ രണ്ടാമത് എന്ത് ചെയ്ത് ദേഷ്യം വന്നവന് എന്തോന്ന് അവൻ അതിന് പകരം ഇരുമ്പ് ഗദ എടുത്ത് അങ്ങനെ ചുഴറ്റി. ബലരാമൻ്റെ കയ്യിൽ മുസലമാണെങ്കിൽ ഇവൻ അതുപോലെ തന്നെ ഒരു ഇരുമ്പ് ഗദ എടുത്ത് അങ്ങനെ ചുഴറ്റിയിട്ട് ജരാസന്ധൻ പരിധിയിൽ രാമനോട് നേരിട്ട് തൂങ്ങിയിടിനാൻ. അവൻ ഇരുമ്പ് ഗദയും കൊണ്ട് ബലരാമൻ്റെ അടുക്കിലേക്ക് ചുഴറ്റിക്കൊണ്ട് വന്നു. മേദിന് കുലുങ്ങവേ ചവിട്ടി രാമൻ താനും. അപ്പം അത് കണ്ടപ്പം ഭൂമി വീണ്ടും ഇളകി മറിക്കണക്ക് രാമൻ ഭൂമി ചവിട്ടി കുലുക്കും. മതയാനയുടെ ലക്ഷണമാണ് ബലരാമന്. കാരണം വട്ടെടുത്താലെ രക്ഷയുണ്ടോ? ആനയ്ക്ക് മതം അളവിയ. അതുപോലെ ബലരാമൻ ചവിട്ടി ഭൂമിയെല്ലാം കുലുക്കി. മേദിനി തന്നിൽ അങ്ങും ഇങ്ങും ആശ തൂങ്ങി. മേദിനിയുടെ ഭൂമിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചും പറിച്ചും വാങ്ങിയും ചുറ്റിച്ചെന്ന് തങ്ങളിൽ അടുത്തിട്ട് രണ്ടുപേരുടെ കൊണ്ട് അടുത്തിട്ട് എന്ത് ചെയ്തു? ഓങ്ങിയും തരം കാണാൻ അങ്ങനെ പിൻവാങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓകും. നല്ലതുപോലെ കൊടുക്കാൻ പറ്റില്ലേ പുറന്നോട്ട് മാറും. തരത്തിന് കിട്ടുന്നെങ്കിലേ അവർ കൊടുക്കൂ. അതുകൊണ്ട് കൊടുത്താൽ ഒരു കൊടുപ്പായിരിക്കണം. അതുകൊണ്ട് നല്ല ഊഴം വരുന്നവരെ അവർ താങ്ങി നിൽക്കും. അതുകൊണ്ട് വാങ്ങിയും ചുറ്റിച്ചെന്ന് തങ്ങളിൽ അടുത്തിട്ട് ഓങ്ങിയും തരം കാണാൻ അങ്ങനെ പിൻവാങ്ങിയും തടുത്തും തല്ലി മുസലം തമ്മിൽ കൊട്ടിയിട്ട് 8 ദിക്കുകൾ. മുസലങ്ങൾ തമ്മിൽ ഈ ഒരാളൊരെണ്ണം എടുത്താൽ അതോടെ ഇരുമ്പോലയ്ക്ക് പകരം അയാൾ ഇരുമ്പിൻ്റെ ഗത എടുത്ത് അത് രണ്ടും കൂടെ തങ്ങളി തട്ടി അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അത് തങ്ങളിൽ മുട്ടും. അപ്പോൾ എന്ത് വരും? തടുത്തം തല്ലി മുസലം തമ്മിൽ കൊട്ടിയിട്ട് 8 ദിക്കുകൾ പൊട്ടുമാറുള്ള ശബ്ദരൂപം. അതുകൊണ്ട് തകർത്ത ഭയങ്കര സൗണ്ടല്ലേ, ഇരുമ്പല്ലേ. അങ്ങനെ ശബ്ദപൂരം തട്ടിയും തമ്മിൽ മുട്ടിക്കൂടിയും അടിക്കയും പൊട്ടി മേദിനി കിളർന്ന് ഭൂമി ഇവരുടെ ഈ തട്ടും തല്ലും എല്ലാം കൊണ്ട് ചവിട്ടി പൊട്ടിക്കുമ്പോൾ എന്താ? ഭൂമി കിളർന്ന് കിടക്കുക. വല്ല വാഴയൊക്കെ നട്ട് പിടിപ്പിക്കുക. അത്രയ്ക്ക് അവർ ഇളക്കുക ഭൂമി മേദിനി കിളർന്ന് അങ്ങനെ പൊടി ആർത്തും പൊടിയൊക്കെ അങ്ങനെ പറക്കുക. മത്തവാരണങ്ങൾ പോൽ പർവ്വത സമരം പോൽ 2 ആനകൾ മത്തവാരണങ്ങൾ എങ്ങനെയാണ് അതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ പർവ്വത സമരം പോൽ 2 വലിയ പർവ്വതങ്ങൾ അങ്ങനെ അതുപോലെ എത്രയും ഘോരഘോരം ഗദായുദ്ധങ്ങൾ പാർത്താൽ മാഗധൻ അടിച്ചതു രാമൻ്റെ വക്ഷസ്ഥലെ. അങ്ങനെ നോക്കി ഒരടി കൊടുത്തു രാമൻ്റെ നെഞ്ചിൽ വക്ഷസ്ഥലെ. മാഗധൻ രാമൻ്റെ നെഞ്ചിൽ അടി കൊടുത്തു. രാമനും അത് തട്ടി വക്ഷസി മുസലത്താൽ ആ മുസലം കൊണ്ട് രാമൻ തട്ടിക്കളഞ്ഞു. അടി കൊള്ളാതെ അവരുടെ ആയുധം കൊണ്ടത് തടുക്കും. രാമനും അത് തട്ടി വക്ഷസി മുസലത്താൽ മാഗധൻ തന്നെ അടിച്ചിടാൻ രാമൻ എന്താനും തിരിച്ച് അയാൾക്കും അങ്ങനെ ഒരു അടി കൊടുത്തു. മാഗധൻ ബലം കൊണ്ടത് തടുത്തത്. അവന് നെഞ്ചിന് ബലമുള്ളവനാണ്, ബലമുള്ളവനാണ് മാഗധൻ. അവനെന്ത് ചെയ്ത്? അത് ബലം കൊണ്ട് അത് തടുത്തു. എന്നിട്ടോ അടിച്ചു ചാടി പിന്നെ തടുത്ത് ചേർന്ന് ചെന്ന് കൊടുക്ക മൂർധാവെങ്കിൽ അങ്ങനെ ഇരുവരും പിന്നെ അവരെന്തായി? നെഞ്ചത്തുള്ള അടി മാറ്റി മൂർധാവിൽ തലയ്ക്കടിയായി. മൂർധാവെങ്കിൽ അങ്ങനെ ഇരുവരും തല്ലുകൾ കൊണ്ട് രാമൻ ക്രോധമൂർച്ഛിതനായി. അങ്ങനെ തല്ലുകൾ തലയിലൊക്കെ കൊണ്ടപ്പോൾ രാമൻ എന്ത് ചെയ്ത്? ദേഷ്യം കൊണ്ടങ്ങ് മൂർച്ഛിച്ചിട്ട് എന്ത് ചെയ്തു? തെല്ലുമേ കുറയാതെ മാഗധ ശരീരത്തിൽ പാദാതി കേശാന്തവും കേശാതി പാദാന്തവും വാദിച്ചു തമ്മിൽ മർമ്മത്തിലടിയായി. പറഞ്ഞു എന്നാ കാണടാ അങ്ങനെടാ ഇങ്ങനെ കൊണ്ട് രണ്ടുപേരുടെ അങ്ങോട്ടും വാദിപ്രയോഗം എന്ന് പറയില്ലേ, അതുപോലെ മർമ്മങ്ങൾ തോന്നും അടിയായി. അന്ന് കാണേണ്ട ഒരു കാഴ്ചയായിരിക്കും. ഇതിപ്പോൾ വായിച്ചിട്ട് എനിക്കൊരു രസം തോന്നുന്നു. അപ്പോൾ തമ്മിൽ മർമ്മത്തിലടിയായി. സന്ധികൾ തമ്മിൽ അടിച്ചു തെരുതരേ ക്രുദ്ധരായി തമ്മിൽ വധിപ്പാൻ ഇച്ഛിതരായി. അങ്ങനെ സന്ധികൾ എല്ലാ ദേഹത്തിലെ സന്ധികൾ കെട്ടുകൾ കൈയുടെ മുട്ടിൻ്റെ എല്ലാ സന്ധികൾ തമ്മിൽ വധിപ്പാൻ അങ്ങനെ അടിച്ചടിച്ച് വധിപ്പാൻ അങ്ങ് ഇച്ഛിതർ. ഇനി കൊന്നേ അടങ്ങും എന്നങ്ങായി.
അങ്ങനെ വധിപ്പാൻ ഇച്ഛിതരായി തങ്ങളിൽ മുസലത്താൽ യുദ്ധം ചെയ്തതു. ഭീമം അങ്ങനെ പിന്നെ 100 വില്ലുകളാലും ഭീമമായിട്ട് തന്നെ 100 വില്ലുകളാലും ഇങ്ങനെ മാഗധനും ഗദായുദ്ധത്തിനാലേ പിന്നെയും രാമനോട് സമര രീതിയാലേ തളർന്നു. അങ്ങനെ ഇങ്ങനെല്ലാം പല രീതിയിലായപ്പോൾ എന്ത് വന്നു? ഇങ്ങനെ മാഗധനും ഗദായുദ്ധത്തിനാലെ പിന്നെയും രാമനോട് സമര രീതി, ഓരോ സമര രീതി എടുക്കും. ബലരാമൻ ഒന്ന് മാറുമ്പോൾ അടുത്ത രീതി എടുക്കും. കാരണം നെഞ്ചിലടിച്ചപ്പോൾ അത് മാറ്റി തലയ്ക്കടിയിൽ മറ്റില്ലായ്മ മർമ്മങ്ങൾ തോറുമായി, പിന്നെ സന്ധികളിലായി. ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ എന്ത് വന്നു? ഈ സമര രീതി കണ്ട് തളർന്നു. ആരാ? മാഗധൻ തളർന്ന് യുദ്ധമതം നിർത്തിപ്പോയത് നേരം. അങ്ങനെ അയാൾ യുദ്ധം നിർത്തിപ്പോയി. മാഗധന്, അതായത് ജരാസന്ധൻ രാമനെ നിന്ന് അയാൾ തോറ്റുപോയി. കാരണം തളർന്നു. അന്നേരം എന്ത് ചെയ്തു? രാമന് വല്ല തളർച്ച. രാമൻ എന്ത് ചെയ്തു? മറ്റവൻ നിർത്തിപ്പോയപ്പോൾ അതു നേരം വിളങ്ങും മുസലത്താ രാമനും ഗിരിവൃക്ഷം തല്ലിയും തകർത്തിട്ടും മന്നവന്മാരെ ചെന്ന് തലിനാൻ. അദ്ദേഹത്തിന് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, മുഴുത്തില്ല. അടിച്ചിട്ട് തകർത്തിട്ടൊന്നും ശരിയല്ല. ആനയ്ക്ക് എപ്പോഴെങ്കിലും തന്നെ തളരണം. അതുവരെ ആനയുടെ മതം അങ്ങനെ. അതുപോലെ ബലരാമൻ അങ്ങ് തുടങ്ങുക. മറ്റവൻ തളർന്നു പോയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്? വിളങ്ങുന്ന രീതിയിൽ അങ്ങ് തിളങ്ങി നിൽക്കുക. മുസലത്താൽ രാമനും ഗിരി വൃക്ഷം, കുന്നിനെയും വൃക്ഷത്തെയും തല്ലിയും തകർത്തിട്ടും കിട്ടുന്നതിനൊക്കെ അങ്ങ് അടിച്ച്, മരമെങ്കിൽ മരം, പിന്നെ പർവ്വതമെങ്കിൽ പർവ്വതം, എവിടെയെങ്കിലും ഇട്ടങ്ങ് അടിക്കുക. മുസലം കൊണ്ട് അടിച്ച് തകർത്തിട്ട് മന്നവന്മാരെ ബാക്കി രാജാക്കന്മാർ അങ്ങോട്ട് നിൽപ്പുണ്ടല്ലോ, ദൈത്യന്മാർ, അവരടക്കോട്ട് ചെന്ന് തലിനാൻ തച്ച് തകർത്ത് ഏറ്റവും ചൂർണമാക്കി, സർവ്വതം അടിച്ച് നേരത്തെ പൊടിയാക്കി. കൈ കിട്ടുന്നതെല്ലാം മരത്തിനകത്താണെങ്കിൽ ആ ദേഷ്യം മരത്തോട് തീർത്ത്, അതല്ലെങ്കിൽ പർവ്വതത്തിനോട് ഗിരി, അങ്ങനെ എല്ലാവരും അവസാനം രാജാക്കന്മാർ ചെന്ന് അവരെ അങ്ങ് അടിച്ച് തരിപ്പണമാക്കി, ചൂർണമാക്കി, പൊടിയാക്കി. ഭൂധരേന്ദ്രൻ്റെ ബലക്രോധത്തെ സഹിക്കുവാൻ, അതായത് ഈ ഭൂധരേന്ദ്രൻ വെച്ചാൽ ജരാസന്ധനാണ്. ജരാസന്ധൻ അത് രാജാവല്ലേ. ഭൂധരേന്ദ്രൻ്റെ ബലക്രോധത്തെ, അവൻ്റെ ബലത്തെയും ആ ക്രോധത്തെയും സഹിക്കുവാൻ ഭൂപതിമാരായവർക്ക് സാധ്യമല്ലെന്നേ വേണ്ടു. മറ്റാർക്കും പറ്റത്തില്ല. ബലരാമന് മാത്രമേ പറ്റിയുള്ളൂ. അത്രമാത്രം പർവ്വതം പോലെ ശക്തിയുള്ളവനാണ് ഈ ജരാസന്ധൻ. അയാളുടെ ക്രോധത്തെ സഹിക്കാൻ ആർക്കോട്ട് പറ്റത്തുമില്ല. ഇവിടെ ആർക്ക് പറ്റി? ഇത്രയും ബലരാമന്. അയാൾ തന്നെ തളർന്നു പോയില്ലേ. എന്നിട്ട് ബലരാമൻ്റെ ബാക്കി വീരസ്യം മറ്റുള്ള മരത്തിനോടും പർവ്വതത്തിനോടും മറ്റുള്ളവരോടും തീർത്ത് അവരെല്ലാം അടിച്ച് പൊടിച്ച് ചൂർണമാക്കി അങ്ങ് വിട്ടു. അതുകൊണ്ട് ഈ ഭൂധരേന്ദ്രൻ്റെ ഈ മഗധാധിപൻ്റെ ക്രോധവും ഒക്കെ സഹിക്കാൻ മറ്റാർക്കും, ഭൂപതിമാരായക്കൊന്നും മറ്റു രാജാക്കന്മാർക്കൊന്നും സാധ്യമല്ലെന്നേ വേണ്ടു. തേജസാമയനായ സാത്വികി കുംഭാണ്ഡനെ, അതായത് മഹാബലിയുടെ മകനായ ബാണൻ കൊടുത്തുവിട്ട കുംഭാർണനെ ആദിയിൽ ആ യുദ്ധത്തിൽ 3 ശരം കൊണ്ടുടൻ പ്രയോഗിച്ചു. കുംഭാണ്ഡനെ സാത്വികി, ഭഗവാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരനാണ് സാത്വികി. അപ്പോൾ ഈ സാത്വികി ഈ കുംഭാണ്ഡനെ ബാണൻ്റെ ഈ ജരാസന്ധനെ സഹായിക്കാൻ ബാണനും കുറേ ആൾക്കാരും വന്നില്ല. അതിൽ പ്രധാനിയാണ് കുംഭാണ്ഡനും കൂപർണനും. ഈ കുംഭാണ്ഡനെ ആജിയിൽ, അതായത് യുദ്ധത്തിൽ 3 ശരം കൊണ്ടൻ പ്രയോഗിച്ചു. കുംഭാണ്ഡൻ ബാണമേറ്റ് ക്രുദ്ധനായ 5 ബാണം സംഭ്രമത്തോടുടൻ സാത്വികയെ കൊന്നിടുവാൻ അയച്ചത്. അതുനേരം അങ്ങനെ 3 ബാണം അങ്ങോട്ട് വിട്ടെങ്കിൽ അവൻ ദേഷിച്ച് 5 ബാണം സാത്വിയുടെ മുന്നിലേക്ക് വിട്ടു കൊല്ലാനായിട്ട്. അയച്ചപ്പോൾ എന്ത്? സാത്വികി കുംഭാണ്ഡന്മാർ നയത്തെ വിട്ട് ഘോര യുദ്ധവും തുടർന്നിതു. അപ്പോൾ സാത്വികി കുംഭാണ്ഡന്മാർ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? നയത്തെയൊക്കെ വിട്ട് ഘോര യുദ്ധവും തുടർന്നു. സാത്വികി കുംഭാണ്ഡനെ ബാണത്താൽ മർമ്മങ്ങളിൽ ഇത്രയും പാരം എയ്തു. ദിവ്യാസ്ത്രം അതിനാലും തങ്ങളിൽ പൊരുതിതു. കുംഭാണ്ഡ ദീനം കണ്ടു. അങ്ങനെ പൊരുതി സാത്വികി എന്ത് ചെയ്തു? കുംഭാണ്ഡനെ ബാണത്തിൽ മർമ്മങ്ങളിലൊക്കെ അടി തുടങ്ങി. എത്രയും പാരമായിട്ട് ചെയ്തു ദിവ്യാസ്ത്രം, അതിനാലും തങ്ങളിൽ പൊരുതിതു. കുംഭാണ്ഡന് ദീനം കണ്ടു. കുംഭാണ്ഡന് വിഷമമായി. അത്രയ്ക്ക് സാത്വികി നന്നായി അങ്ങോട്ട് ഇട്ടുകൊടുത്തു സർവ്വതും. അപ്പോൾ അവന് മഗധാധിപൻ്റെ പോലെ ഇവനും ദീനം കണ്ട് അന്നേരം കുംഭാണ്ഡൻ്റെ സാരഥി രഥത്തെയും തിരിച്ചു കൊണ്ടുപോയി. തന്നേരം അപ്പം അവൻ്റെ സാരഥി എന്ത് ചെയ്തു? കുംഭാണ്ഡ ദീനം വന്നപ്പോൾ തിരിച്ചു കൊണ്ടുപോയി. ഇവിടെ കിടന്ന ചത്തുപോകും. അതുകൊണ്ട് അവൻ്റെ സാരഥി ഇവനെയും കൊണ്ട് കുംഭാണ്ഡനെ കൊണ്ടുപോയി.
കൊണ്ടുപോയി അന്നേരം കൂപകർണൻ പിന്നെ കുംഭാണ്ടൻ്റെ മാറ്റൊരു കൂപകർണൻ വന്നു. കൂപകർണൻ തെരിക്കെന്നുടറ്റോടെ കുംഭാണ്ടൻ രണയെ തോറ്റു മരിച്ച പോലെയുള്ള വൃത്താന്തം കണ്ട് കോപിച്ചുരത്ത് കൃതവർമ്മ താനുമായി യുദ്ധമേറ്റു. അപ്പം ഇവൻ തോറ്റു പോയല്ലോ എന്നുള്ള ദേഷ്യമായപ്പോൾ അടുത്ത കൂപകർണൻ വന്ന് കൃതവർമ്മ താനുമായി യുദ്ധമേറ്റു. പോരുകൾ തമ്മിൽ ചെയ്ത് എത്രയും ഭയങ്കരം. ബാണമന്ത്രികൾ കൊണ്ടുവന്നൊരു പടയതും. ബാണമന്ത്രികൾ വെച്ചാൽ മഹാബലിയുടെ മകനായ ബാണൻ, ആ ബാണൻ്റെ മന്ത്രികളെല്ലാം കൊണ്ടുവന്ന ഒരു പട. അതായത് മാഗധൻ്റെ കൂട്ടുകാരൻ, സഹായിക്കുന്നവൻ, അവൻ്റെ പട അതും ക്ഷണത്തിൽ നശിച്ച് അതിൽ ശേഷിച്ച ബലത്തോടും അതിൻ്റെ കൊണ്ടുവന്ന പട എല്ലാം കുറെയെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു. ബാക്കി ശേഷിച്ച ബലത്തോടും കുംഭാണ്ട കൂപകർണന്മാരെയും എത്രയും യുദ്ധേ സംഭ്രമത്തോടെ തോറ്റ് പ്രാണസംശയന്മാരായി. എന്താ കുംഭാണ്ടനും കൂപകർണനൊക്കെ എന്തോന്ന് യുദ്ധത്തിൽ സംഭ്രമമായി. എന്താ തോറ്റിട്ട് പ്രാണസംശയന്മാർ, പ്രാണൻ ഉണ്ടോ എന്നൊരു സംശയം. അവരവിടെ എല്ലാം തളർന്ന് കിടക്കുവാണ്. പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ എന്ന് ചെന്ന് നോക്കണം. അത്രമാല് മഹാബലിയുടെ മകനായ ബാണൻ ജരാസന്ധന് കൂട്ടായി സഹായിക്കാൻ വന്ന് ആ സൈന്യപ്പടകളെല്ലാം മരിച്ചതിന് തുല്യം, ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം. അങ്ങനെ സംഭ്രമത്തോടെ തോറ്റു പ്രാണസംശയന്മാരായി മാഗധം ത്യജിച്ചവർ ബാണമന്ദിരം ബുക്ക്. അങ്ങനെ അവർ ജീവനം കൊണ്ട് സഹായിക്കാൻ വന്നാൽ ജീവൻ കൊണ്ട് പോയി. കാരണം മാഗധനെ ത്യജിച്ച് എനിക്കിന് നിന്നെ വയ്യടാ, എല്ലാം നിനക്കിരിക്കണ സൈന്യം എത്ര 60,000 അങ്ങോട്ട് എന്താ പറയുക, സൈന്യങ്ങളും 1,00,000 രഥവും എത്രയോ 1000 അശ്വവും ഇതെല്ലാം കൊണ്ട് പടയോടെ വന്നതാ. എനിക്ക് നിന്നെ സഹിക്കാൻ വയ്യ, ഞങ്ങളെല്ലാം ചത്തതിന് തുല്യമായി, ശരീരത്തിൽ ജീവനുണ്ടോ എന്നതിൻ്റെ സംശയം, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് വയ്യേന്നും പറഞ്ഞ് അവർ പോയി. മാഗധം അത് ഈ മഗധാധിപനെ ത്യജിച്ചു. കൂട്ട് സഹായിക്കാൻ വന്നവരാണ്. ത്യജിച്ചിട്ട് ബാണമന്ദിരം ബുക്ക്, ബാണൻ്റെ മന്ദിരത്തിലേക്ക് പോയി എല്ലാവരും കൂടെ. ബാക്കി ശേഷിച്ചൊരു പോയൊരു ചത്തതൊക്കെ ചത്തു, ആനയും കുതിരയും ചാവണ്ടൊക്കെ ചത്തു. ബാക്കി ശേഷിച്ച കുറേ എണ്ണം തിരിച്ചങ്ങ് പോയി. ഞങ്ങൾക്കിനി ഉള്ള ജീവനങ്ങളിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അവർ പോയി. ദാനവൻ ബാണൻ തൻ്റെ സൈന്യനാശം ഓർത്ത്. അപ്പം ഈ ദാനവൻ എന്ത് ചെയ്യുന്നു, ബാണൻ്റെ ദാനവനാരായി മഗധാധിപൻ ചിന്തിക്കുകയാണ്, ഇപ്പോൾ കൂട്ടായിട്ട് വന്ന് സഹായിക്കാൻ വന്ന ഈ ബാണൻ തൻ്റെ സൈന്യനാശമൊക്കെ ഓർത്ത് മാനികളായ നൃപന്മാരുടെ നാശം ഓർത്തും. അവിടെ വന്നവരെല്ലാം നല്ല കുംഭാണനും കൂപകർണനൊക്കെ നല്ല മാനം പിടിച്ചവരായിരുന്നല്ലോ. മഹാബലിയുടെ മകനായ ബാണനും അവരുടെ മന്ത്രിമാരൊക്കെ മാനികളായിരുന്നു. ദൈവമേ, എന്നെ സഹായിക്കാൻ വന്നവർ അവരെല്ലാം നശിച്ചു പോയല്ലോ. ഇതൊക്കെ ഓർത്ത് മാനികളായ നൃപന്മാരുടെ നാശം ഓർത്തും മാനസേ മാനഹീനഭാവത്തെ പൂണ്ടിടിനാൻ. മനസ്സിനകത്ത് മഗധാധിപന് മാനഹീനനായി, മാനമൊക്കെ പോയി ആ ഭാവത്തെ പൂണ്ടിടിനാൻ. അങ്ങനെ അവർക്ക് ഇതുപോലെ സംഭവിച്ചു. നമുക്കിത് ഇത്രയും സമയം പോയതിനറിഞ്ഞു, കാരണം ഇതൊരു രസം തോന്നി അങ്ങ് വായിച്ചു പോയി. സമയം നോക്കാത്തില്ല, ഒരുപാട് സമയം പോയി. ഇപ്പം എന്താ സംഭവിക്കുന്നത് അറിയുമോ, പടം വരത്തില്ല, ഭഗവാന്റെ വിഗ്രഹം ഇത് വരത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് വയ്ക്കട്ടെ, വന്നില്ലെങ്കിൽ ഞാൻ ഇടാനേ പറ്റുമെങ്കിൽ ഒന്നുകൂടെ വായിക്കാൻ വയ്യ. ഇത് വന്നില്ലെങ്കിൽ യൂട്യൂബർ ക്ഷമിക്കട്ടെ. ഞാനിപ്പോൾ എന്താ ചെയ്യാനാ, ഞാൻ ഓർത്തില്ല മക്കളെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.